കുവൈത്തിലെ മലയാളി സംഘടനകൾ വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. കലാസാംസ്കാരിക പരിപാടികളും പ്രമുഖരുടെ സാന്നിധ്യവും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. ഹെൽപ്പ് ലൈൻ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടികൾ ചെണ്ടമേളം, ഗാനമേള എന്നിവ അരങ്ങേറി. അംഗങ്ങൾ തീർത്ത പൂക്കളവും മാവേലിയുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. ബലിപെരുന്നാൾ ദിനത്തിൽ അബ്ബാസിയ കമ്മ്യൂണിറ്റി ഹാളിൽ യൂത്ത് ഇന്ത്യ കുവൈറ്റ് സംഘടിപ്പിച്ച ഇശൽ പെരുന്നാൾ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കുവൈറ്റിലെ പ്രമുഖ ഗായകർ അണിനിരന്ന മാപ്പിളഗാനസന്ധ്യയും ഷോർട്ട് ഫിലിം പ്രദർശനവും കാണികൾക്ക് ഹൃദ്യമായ സംഗീത വിരുന്നായി. അങ്കമാലി പ്രവാസി അസോസിയേഷൻ 4ാമത് ഓണാഘോഷം സംഘടിപ്പിച്ചു. കുവൈറ്റിലെ പ്രമുഖ കലാകാരന്മാർ അണിനിരന്ന കലാപരിപാടിയും ഗാനമേളയും നടന്നു. ചാലക്കുടി എംപിയും ചലച്ചിത്ര താരവുമായ ഇന്നസെന്റ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. KG ഫഹാഹിൽ, അബു ഹലീഫ ഏരിയകൾ, അഹമ്മദി പാർക്കിൽ സംഘടിപ്പിച്ച പിക്നിക്കിൽ വിവിധങ്ങളായ നാടൻ കളികൾ, ക്വിസ് മത്സരം, കമ്പവലി എന്നിവ സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് അലൂമിനി അസോസിയേഷന്റെ ഓണം ഈദ് സംഗമത്തിൽ തിരുവാതിര പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. KG സംഘടിപ്പിച്ച ഓണം ഈദ് സംഗമം കുവൈറ്റിലെ പ്രവാസി സംഘടനാ നേതാക്കളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഒത്തുചേരലിന് വേദിയായി. ഫൈസൽ മഞ്ചേരി ഈദ് സന്ദേശവും കൃഷ്ണൻ കടലിന്റെ ഓണ സന്ദേശവും നൽകി. KG പ്രസിഡന്റ് KA സുബൈർ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ ജനറൽ സെക്രട്ടറി SAP ആസാദ് സ്വാഗതം ആശംസിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. പെരുന്നാൾ കഴിഞ്ഞെങ്കിലും കുവൈറ്റിൽ ഇനി ഒരാഴ്ച അവധിക്കാലമാണ്. ഓണം ഈദ് സംഗമങ്ങളുമായി അവധി ദിനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് കുവൈറ്റിലെ മലയാളി കൂട്ടായ്മകൾ. അബ്ബാസിയയിലെ ഓണം ഈദ് സംഗമ വേദിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ റഫീഖ് ബാബുവിനൊപ്പം നിസാർ കെ റഷീദ്, മീഡിയ 1 കുവൈറ്റ്.